പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 3-4 മാസമായി ഏകദേശം ഒരു നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കാതെ പോയിട്ട്. മറ്റൊന്നുമല്ല, ഞാൻ മൊബൈലിലൂടെയാണ് എൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത്. ആ മൊബൈലിന് ചെറിയ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് റെക്കോർഡിങ് തൽക്കാലം നിന്നുപോയി എന്ന് തന്നെ പറയാം. പക്ഷേ അതിനിടയിൽ എനിക്കുണ്ടാകുന്ന ചില ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് അതിൻ്റേതായ ചില തിരക്കുകളും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയതിന് ഒരു കാരണമായി മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തൽക്കാലം നോർമലി ഒരു ഫോണ് ഇപ്പോൾ വാങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ വീഡിയോ എന്നുള്ള രീതിയിൽ ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ഈ എനിക്ക് ബാധിച്ച ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഉള്ള ചില അനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം പറയാം. ഞാൻ 2008 ഒരു പാർട്ട് ടൈമായിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ ജോലിക്ക് കയറിയിരുന്നു, പാർട്ട് ടൈം. അപ്പോൾ അങ്ങനെ ജോലിയിൽ കയറിയിരുന്ന സമയത്ത് അവിടെ നല്ലൊരു ഉഷാറുള്ള ഒരു വ്യക്തി, ആ ചെയറിലൊരു ക്ലർക്ക് അവിടെ ഇരിക്കുന്നതുണ്ടായി. അവരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനും അവിടെ വർക്ക് തുടങ്ങി. അദ്ദേഹം എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരനാണെന്നും അദ്ദേഹത്തിൻ്റെ കാലും ഇതുപോലെ തന്നെ പോളിയോ ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവിടെ ഒരു ഹെഡ് ക്ലർക്കായിരുന്ന ജോയ് സാറ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ആഷികെ, ആന്റണി സാറ് ആ ഒരു വെയിറ്റ് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആഷികെ, കാലിന് വയ്യാത്ത നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും മാക്സിമം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 വർഷം മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ വെയിറ്റ് കുറക്കേണ്ട കാര്യം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലുള്ള ഒരു വ്യായാമം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ നടക്കാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഏകദേശം ഒരു 5-6 വർഷം, 6-7 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ കാലിബ്രറ്റ് ഉപയോഗിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ഞാൻ നടന്നുകൊണ്ടിരുന്നത് സാധാരണ നമ്മുടെ കൈ, ഏത് കാലിനാണോ പോളിയോ ബാധിച്ചത് ആ ഭാഗത്തുള്ള കൈ, ആ കാലിനെ കുത്തി അമർത്തി പിടിച്ച് വളരെ പ്രയാസപ്പെട്ടിട്ട് നടന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശാരീരികമായ അവസ്ഥകൾ മാറി മാറി വരാൻ തുടങ്ങി. പിന്നെ കാലിപ്പുരട്ടരം കുറച്ച് കംഫർട്ടായി കുറച്ച് നടക്കാൻ തുടങ്ങിയാണെങ്കിലും ശാരീരികമായ മറ്റ് പ്രായത്തിനനുസരിച്ചിട്ട്, പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് വരുന്ന പല പ്രയാസങ്ങളും എന്നിലേക്ക് പിടിപെട്ടു. ഉദാഹരണത്തിന് ഷുഗർ കംപ്ലൈൻ്റായിട്ട് എനിക്ക് വന്നിട്ടില്ലെങ്കിലും ഷുഗർ ഏകദേശം ബോർഡറിലേക്ക് എത്തി. ഫാസ്റ്റിങ്ങിൻ്റെ ബോർഡറിലാണ്. എന്നാൽ ഏത് സമയവും ഷുഗർ കംപ്ലൈൻറ്റ് കടക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു. കാരണം ഹൈ കൊളസ്ട്രോളായിരുന്നു. അപ്പോൾ വ്യായാമം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 2021 മുതൽ ഞാൻ ഈ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നീണ്ടു പോകുന്നുണ്ടെങ്കിലും ഈ ലെങ്ത്ത് കൂടി പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊന്ന്
ഉപകാരപ്പെടട്ടെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഞാൻ 2021 മുതൽ എൻ്റെ പഴയ വീഡിയോയിൽ കാണാം, ഞാൻ ഏകദേശം ഒരു വളരെ ക്ഷീണിതനായ ഒരു കോലത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ കുറച്ചും എൻ്റെ ആദ്യകാലത്തെ വീഡിയോസല്ല. അങ്ങനെ 2021 മുതൽ പിന്നെ വന്ന നിങ്ങളെ ആ വീഡിയോയിലൊക്കെ വരുമ്പോൾ എൻ്റെ ആ ഒരു ഫിഗർ തന്നെ കുറച്ച് ഉഷാറായ രീതിയിലുള്ള ആ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഉഷാറാകുക എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കൂടുക എന്നുള്ളതാണ് അർത്ഥം, കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പോൾ എന്ത് തന്നെ നമുക്ക് വ്യായാമമോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഈ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ കാലിനും മുട്ടിനും ഒക്കെ വളരെ പ്രയാസമാണ്. നമുക്ക് ആകെയുള്ള ഒരു കാലിന് സപ്പോർട്ടിലാണ് നമ്മൾ നടക്കുന്നെങ്കിലും ആ ഒരു കാലിന് പൂർണ്ണമായി വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഐസ് പാക്കിൻ്റെ ഒരു ജെല്ല് ആമസോൺ ത്രൂ വാങ്ങുകയും അതൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് അതിനെ കാലിൻ്റെ മുട്ടിനൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇതിനെ തണുപ്പിച്ച് മരയിപ്പിച്ച് വന്നിട്ടാണ് ഒരു ആശ്വാസം കണ്ടെത്തുന്നത്. അത്രയും പ്രയാസങ്ങളാണ്, ഈ വേദനയാണ് ഞാൻ സഹിച്ചുകൊണ്ടിരുന്നത്. അതെന്നാ സാരം. നമ്മൾ ഭക്ഷണ രീതിയിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താനും അതിൻ്റെ കൂടെ ചില ഒരു കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം അതിനെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു നിർദ്ദേശം എൻ്റെ സിസ്റ്ററും അതുപോലെ മറ്റൊരു സിസ്റ്ററിൻ്റെ മകളും ഈ കോച്ചും എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ആ വന്നതിൻ്റെ ഭാഗമായി ആദ്യം ഞാനതിനെ നിരസിച്ചെങ്കിലും അത് ഒരു താല്പര്യക്കുറവോടുകൂടി അതെന്താണ് ഏതാണെന്ന് അറിയാണ്ട് ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു മട്ടിൽ ഞാനും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അതിനെ ഒരു നെഗറ്റീവിൻ്റെ രൂപത്തിൽ കണ്ടപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. 2024 ജൂൺ 28 ബ്ലഡ് ഫുൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ സ്ഥിരം 4-5 ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ട്രൈഗ്ലൈസറൈഡ് എന്ന് പറഞ്ഞാൽ 358 എത്തിയതായിരുന്നു. നമ്മൾ ലിവറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതെന്ന് ഒരു മെഡിക്കൽ സ്ഥിരമായിട്ട് ഇത് വാങ്ങുമ്പോൾ അവർ സൂചന തരികയും ഞാൻ ആസ്ട്രമിൻസിൽ കണ്ണൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 2021 മുതൽ. അപ്പോൾ ഇങ്ങനെ പിന്നെ ആ ഒരു കാണിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് ഞാൻ ഈ അഭിപ്രായങ്ങൾ ചോദിച്ചു. ഈ ഫുഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു കാറ്റഗറി ചോദിച്ചപ്പോൾ ഡോക്ടർ അതിന് മൗനം സമ്മതം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു എന്നോട് പറഞ്ഞത്. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ നോക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെങ്കിലും ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്നത് 2 മാസം ഞാൻ ഈ ഫോളോ അപ്പ് ഞാൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ചിട്ട് വലിയ വ്യായാമമോ കാര്യങ്ങളോ വലുതും ചെറുതുമായ വ്യായാമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്തപ്പോൾ 6 kg എൻ്റെ വെയിറ്റ് കുറഞ്ഞു. അതിലുപരി ഒരു PSC എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ എക്സാം തുടങ്ങിയതിൻ്റെ ശേഷം ഒന്ന് ഫാസ്റ്റിങ്ങിൽ മൊത്തമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി 30/8/2024 2 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ സത്യത്തിൽ നെട്ടിപ്പോയി. കാരണം കൊളസ്ട്രോൾ തീരെ ഇല്ലാതായി. ട്രൈഗ്ലൈന് ആ ഒരു ഞാൻ ഇപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇന്ന കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ പൂർണ്ണമായും അത് താഴേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ റിസൾട്ട് വന്നിട്ടും ഈ എന്താ പറയണ്ടേ എൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്നില്ല. ഏകദേശം എൻ്റെ ഒരു സമയവും സന്ദർഭവും നോക്കി ഞാൻ ഡോക്ടറെ കാണിച്ചു, സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറെ കാണിച്ചു. ഡോക്ടർക്ക് തന്നെ ടാബ്ലറ്റിന് ഒന്നും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി. ടെസ്റ്റ് ചെയ്തിട്ട് ഒരു രോഗമില്ലാണ്ട് നമുക്ക് ഗുളിക മരുന്നൊന്നും തരാൻ ഡോക്ടർക്കും പറ്റില്ലല്ലോ. എന്നിട്ടാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നന്നായി ആ ഫുഡിൽ തന്നെ കൺട്രോൾ ആക്കിയിട്ട് പോട്, എന്നിട്ട് 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ മാറിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഓവർ വെയിറ്റായിട്ട് ഓവർ ഈ വലിപ്പം കൂടിയാലും അതുപോലെ തന്നെ വലിപ്പം നന്നേ കുറഞ്ഞാലും എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് മോശകരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന
ചില ടിപ്സുകളും ചില കാര്യങ്ങളും ഞാനിപ്പോൾ കമ്പനീൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ ഒന്നും പേര് ഇതിൽ പ്രത്യേകിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. കാരണം അത് അലൗഡാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. എന്നിരുന്നാലും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഇതെന്താണ്, എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിൽ ഓരോരാൾക്കും അത് കേരളത്തിൽ എവിടെയായാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ ഓരോ ആവശ്യക്കാർക്കും ഇതറിയണം, ഇത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും എന്തു തന്നെയായാലും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാൻ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ കാര്യങ്ങളിലൂടെ നിങ്ങളെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയ കാര്യങ്ങളുമായി പുതിയ ആശയങ്ങളുമായി ഞാൻ എന്തായാലും ഇനി തുടരെ എന്തായാലും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയാണ്. ബൈ.